ഇറങ്ങിയിരിക്കുകയാണ്. ഫുള്ളാഴ്ചയിലാണ് ബാക്കി ഡീറ്റെയിൽ റിവ്യൂ. ഭയങ്കര തിരക്കാണ്. ഹേയ് ഗടികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദിവ്സ്. തംബ്നെയിലും തുടക്കത്തിലെ ടൈറ്റിൽ കാർഡിലൊക്കെ കണ്ട പോലെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മോഹൻലാൽ നായകനായെത്തിയ തുടരും എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ പറയാനായിട്ടാണ്. സോ നമുക്ക് നേരെ റിവ്യൂലോട്ട് കിടക്കാം. സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അത്രയധികം എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെയാണ് ഞാൻ സിനിമ കാണാൻ പോയത്. പക്ഷേ ഈ സിനിമ എന്നെ കടുത്ത രീതിയിൽ നിരാശപ്പെടുത്തി. ആസ് യു ഓൾ നോ, ഞാനൊരു മമ്മൂട്ടി ഫാനാണ്. പക്ഷേ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ റിവ്യൂവിൽ നമ്മൾ ബസൂക്കനെ ഇട്ട് അലക്കിയതാണ്. അത്ര ഇഷ്ടപ്പെടാത്ത പടമാണ്. പക്ഷേ തുടരും അത്ര മോശം പാടല്ല, ഒരു ആവറേജ് സിനിമ. പക്ഷേ ഈ സിനിമയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിലെ ലാഗാണ്. ഇട്ട് വലിപ്പിക്കും ഈ സിനിമ. എനിക്ക് നിവിൻ പോളിയുടെ മലയാളി ഫ്രം ഇന്ത്യക്ക് ശേഷം ഇത്ര അധികം ലാഗ് അടിച്ച് കണ്ട വേറൊരു സിനിമ ഉണ്ടാവില്ല. അത്ര ലാഗ്. ഫസ്റ്റ് ഹാഫിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു സീറ്റിൽ, അത്രയ്ക്ക് ലാഗായിട്ട്. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഞാൻ സിനിമ കാണാൻ പോകുകയാണെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുകയോ വാച്ചിൽ സമയം നോക്കുക അങ്ങനെ. ഈ സിനിമയുടെ സമയത്ത് ഒരു 5-6 പ്രാവശ്യം ഞാൻ സമയം നോക്കിയിട്ടുണ്ട്. ഈ വാച്ചിൽ സമയം നോക്കിയിട്ടുണ്ട്. അങ്ങനെ ലാഗ് അടുപ്പിച്ചു സിനിമ. പിന്നെ പോസിറ്റീവ് വശങ്ങൾ പറയുകയാണെങ്കിൽ 1-2 പോസിറ്റീവ് ഉണ്ട്. ആക്ടേഴ്സിൻ്റെ ആക്ടിങ് ഒക്കെ ഉണ്ട്. മോഹൻലാലൊക്കെ അറിയാലോ. അവസാനം മോഹൻലാൽ എഴുതി കാണിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് സിനിമയിലൊന്നും സന്തോഷമായത്. കാരണം ആ മനുഷ്യരില്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഇത്ര പോലും രസമാവില്ലായിരുന്നു. ആ സമയത്ത് ആളുടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, കണ്ണും ഇതൊക്കെ വെച്ചാൽ മോഹൻലാലിൻ്റെ കാര്യം പിന്നെ നമുക്കറിയാമല്ലോ. നമുക്ക് ഒട്ടും തന്നെ ഇതാകണ്ട. അത്ര മോശം സിനിമയാകുമ്പോഴാണ് മോഹൻലാലിൻ്റെ ആക്ടിങ് വരെ താഴ്ന്നു പോകുന്നത്. ഇത് മോഹൻലാലിൻ്റെ ശോഭന മാമിൻ്റെയും പിന്നെ വില്ലനായിട്ടൊരു പോലീസുകാരൻ മുന്നുണ്ട്. മോനെ ആൾക്ക് കൊടുത്ത ക്യാരക്ടർ ഇത്രയാണെങ്കിൽ ആൾ ഇതിങ്ങനെ ഫലിപ്പിച്ചിട്ടുണ്ട്. ആ ക്യാരക്ടർ കിഡിലൻ ക്യാരക്ടർ. ആളുടെ ക്യാരക്ടർ ആൾക്ക് കൊടുത്ത ക്യാരക്ടർ ആൾ എങ്ങനെയൊക്കെ ഫലിപ്പിക്കാൻ പറ്റുമോ അത്രയ്ക്ക് ഇതായിട്ട് ഫലിപ്പിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ പറയണമെന്നറിയില്ല. ആ ക്യാരക്ടറാണെങ്കിൽ മോഹൻലാലിനെ ഒരുപാട് മേളിൽ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ആൾ എത്തിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമ നല്ലൊരു സ്റ്റോറി ഇല്ല. സാധാരണ കണ്ടുമടുത്തൊരു സ്റ്റോറിയാണ്. പിന്നെ ഇപ്പോഴുള്ള മിക്ക സിനിമകളിലും കണ്ടുവരുന്നതാണ് നല്ലൊരു സ്റ്റോറി ഇല്ലെങ്കിൽ പഴയ സിനിമകളിലെ കുറേ റെഫറൻസുകളിടുക. പിന്നെ ഈ സിനിമയിൽ പുവർ ഡയലോഗ് ഡെലിവറിയാണ്. സത്യം പറയാലോ, നമ്മൾ നോർമലായിട്ട് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് നോർമലായിട്ട് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ക്രിഞ്ചാവും. അങ്ങനത്തെ ഇതാണ്. നമ്മൾ നോർമൽ ലൈഫിൽ ഉപയോഗിക്കാത്ത വാക്കുകൾ മറ്റ് യങ്സ്റ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കുറേ സിനിമയിൽ ഇപ്പോൾ അവിടെ മമ്മൂട്ടിയുടെ ബസൂക്കയിലും അങ്ങനെ കുറേ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ രണ്ടും കൂടി കമ്പാരിസനായി പോവും അധികം പറഞ്ഞ് നീട്ടിയിട്ടുണ്ടെങ്കിൽ. അത്ര ഇതിൽ നമുക്ക് ബസൂക്കേനെയും ഇതിന് കമ്പയർ ചെയ്യാൻ പറ്റും. ബസൂക്കയുടെ അത്ര മോശമായില്ലെങ്കിൽ കൂടി ഇത് മോശം പടം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ആവറേജ്, മുകളിലേക്കില്ല താഴോട്ടുമില്ല, ആവറേജ്, കട്ട ആവറേജ്, അത്ര തന്നെ. പിന്നെ എടുത്തു പറയേണ്ടതായിരിക്കുക നമ്മുടെ ആനന്ദത്തിൻ്റെ മച്ചാനുണ്ട്. അങ്ങനെ കുറച്ച് പിന്നെ പാട്ടുകൾ 3-4 പാട്ടുകൾ വന്നപ്പോൾ ഞാൻ വെച്ചു വെറുപ്പിക്കുമെന്ന്. പക്ഷേ പാട്ടുകളൊക്കെ നൈസായിരുന്നു. കോമഡികൾ 1-2 ചിരിക്കാൻ, അതായത് അതിനുള്ളതുണ്ട് കോമഡികൾ. അല്ലാതെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ ആവുന്ന ടൈപ്പ് കോമഡികളാണ്. പിന്നെ ലാലേട്ടനാണ് ഈ പടത്തിലെ എന്നെ സംബന്ധിച്ചിടത്തോളം. ലാലേട്ടനും ആ വില്ലനായിട്ട് ചെയ്ത പോലീസാണ്. ഇവർ രണ്ടുപേരാണ് ആക്ടിങ് വൈസിൽ ഇതിലും പോസിറ്റീവായിട്ടുള്ളത്. വേറെ ഒന്നും തന്നെ പറയാനില്ല. നല്ല പാട്ടുകൾ, നല്ല അഭിനയം തന്നെയുള്ളൂ, ഇത്രേ ഉള്ളൂ. പിന്നെ അൺവാണ്ടഡായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് കുറേ വെട്ടികളായിരുന്നു. ഈ സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത് 2 മണിക്കൂർ 40 മിനിറ്റ് സംതിങ് ആണ്. അപ്പോൾ അത്രത്തോളം ഡ്യൂറേഷൻ വരുന്ന ഒരു കാര്യം ഉണ്ടായില്ല. 2 മണിക്കൂറിലോ അതിന് താഴെയോ പറഞ്ഞു തീർക്കാനുള്ള കഥ മാത്രമേ ഈ സിനിമയ്ക്കുള്ളൂ. അതിൻ്റെ ഇതിൽ ഡിമാൻഡ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ സ്ക്രിപ്റ്റിൽ കൊണ്ടുവന്ന് ആകെ ഒരു അൽക്കുലത്താക്കിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ലാലേട്ടൻ കുറച്ചും കൂടി നന്നായിട്ട് സ്ക്രിപ്റ്റ് സെലക്ഷൻ ചെയ്യണം. ഇപ്പോൾ എമ്പുരാനോ കയ്യിൽ നിന്ന് പോയി. എന്നെ സംബന്ധിച്ചിടത്തോളം എമ്പുരാനെ വെച്ച് നോക്കുമ്പോൾ എമ്പുരാൻ ഇതൊക്കെ ഒരേ തട്ടിൽ നിൽക്കും. കാരണം രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ആവറേജ് മൂവീസാണ്. സോ നിങ്ങൾ തുടരുമെന്ന സിനിമ മോഹൻലാലിനെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു സിനിമ, അതൊന്നും അല്ലെങ്കിൽ റെട്രോ ആയിരിക്കാം, അല്ലെങ്കിൽ ഹിറ്റ് 3 ആയിരിക്കാം, അല്ലെങ്കിൽ ആസിഫ് അലിക്കയുടെ ആഭ്യന്തര കുറ്റവാളി ആയിരിക്കാം. ഏതായാലും വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്.